ഇന്നത്തെ ഈ വീഡിയോയുടെ ഏറ്റവും ഹൈലൈറ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ സ്പോൺസർ ചെയ്ത ആന്റിയും ഗർഭിണിയാണ്, ആളും പ്രഗ്നന്റ് ആണ്. നമ്മുടെ എങ്കിലും എന്റെ കൃഷ്ണ ഡിവോട്ടി കെയറിന്റെ നമ്പറിലേക്ക് ആള് വിളിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. എനിക്ക് ഒരുപാട് നാളുകളായിട്ട് അറിയാതിരുന്നൊരു കാര്യം ഇപ്പോൾ അറിയുവാനായിട്ട് സാധിച്ചു. എന്നാൽ ഇനിയും ഒട്ടേറെ ഭക്തജനങ്ങൾക്ക് ഈ ഒരു അറിവ് ലഭിക്കാതിരിക്കുന്നുണ്ടാവും. അതിനാൽ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആന്റി ഇന്നത്തെ ഈ വീഡിയോ സ്പോൺസർ ചെയ്തത്. ശ്രേഷ്ഠ വചനങ്ങൾ ഭാഗം 61. നിരന്തരം പരിശ്രമിക്കുക. തട്ടി വീഴ്ത്തുവാൻ ശ്രമിക്കുന്ന സങ്കീർണതകൾക്ക് മുന്നിൽ ഒരിക്കലും തല കുനിക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യുക. ഹരേ കൃഷ്ണ. നമസ്കാരം. ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒട്ടനേകം വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. 100-ൽ പരം വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഗർഭിണികളായ സ്ത്രീകൾക്ക് വേണ്ടി ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രത്യേകം വഴിപാടുള്ള കാര്യം എത്ര പേർക്ക് അറിയാമായിരുന്നു? ഇന്നത്തെ ഈ വീഡിയോ ഗർഭിണികളായ സ്ത്രീകൾക്ക് വേണ്ടി നമ്മൾ സമർപ്പിക്കുകയാണ്. ഗുരുവായൂരപ്പനെ അത്രമാത്രം സ്നേഹിക്കുന്ന ഓരോ സ്ത്രീകൾക്കും വളരെയേറെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഓഡിയോ തന്നെയായിരിക്കും കേട്ടോ ഇത്. മുഴുവനായി തന്നെ കാണുക. പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധാപൂർവം കേട്ടുകൊള്ളുക. പിന്നെ പറയണ്ടല്ലോ, ചെറുതായിട്ടൊന്ന് ലൈക്കും ചെയ്യാട്ടോ. എന്നിരുന്നാൽ മാത്രമേ കൂടുതൽ ഭക്തജനങ്ങളിലേക്ക് നമ്മൾ ഇടുന്ന ഓരോ അറിവുകളും എത്തിച്ചേരുകയുള്ളൂ. ശരി, അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല, ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം. ഗർഭിണികളായ സ്ത്രീകൾ ഏകദേശം 3 മാസം കഴിഞ്ഞാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഈ ഒരു കാര്യം ചെയ്യേണ്ടത്. നെയ് ജപം സേവിക്കുക എന്നാണ് സാധാരണ രീതിയിൽ ഇതിന് പറയാ. അവിടെ നിന്ന് തന്നെ നമുക്ക് ഇത് ഷീട്ടാക്കുവാനായിട്ട് സാധിക്കും. ഇനി എങ്ങനെയാണ് ഗർഭിണികളായ സ്ത്രീകൾക്ക് ഇത് ലഭിക്കുക, എവിടെയാണ് ചെല്ലേണ്ടത്, ആരുടെ കയ്യിൽ നിന്നുമാണ് വാങ്ങേണ്ടത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് പറഞ്ഞു പോകാം. രാവിലെ 7 മണിക്ക് ശീവേലിക്ക് ശേഷം ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായ മേൽശാന്തിയുടെ കയ്യിൽ നിന്നുമാണ് നമുക്കിത് ലഭിക്കുന്നത്. 4 അമ്പലത്തിനകത്തായി ഗണപതിയെ തൊഴുതതിനു ശേഷം പുറകുവശത്ത് മേൽശാന്തി ഇരിക്കുന്ന ഭാഗത്തേക്കാണ് നിങ്ങൾ പോകേണ്ടത്. പിന്നെ ഇത് ആദ്യമായിട്ട് വാങ്ങുവാൻ പോകുന്ന ഭക്തർ ഇപ്പോൾ കരുതുന്നുണ്ടാവും ഒരുപാട് ലഭിക്കും, 3 മാസങ്ങൾക്ക് ശേഷമല്ലേ, അപ്പോൾ ഒരുപാട് ഉണ്ടാവും എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ അങ്ങനെയല്ല, ഒരാൾക്ക് കഴിക്കുവാൻ പാകത്തിനുള്ള അളവിലേ നമുക്ക് തരികയുള്ളൂ. ചെറിയ ഒരു ഇലയിൽ പൊതിഞ്ഞാണ് നമുക്കിത് തരുന്നത്. വെറും വയറ്റിൽ സേവിക്കുന്നതും അത്രമാത്രം നല്ലതാണ് എന്നും പറയുന്നു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് പോരാ, കുറച്ച് അധികം നാള് സേവിക്കണം എന്നാണെങ്കിൽ നെയ് കൊണ്ടു കൊടുക്കുക. മേൽശാന്തിയെ ഏൽപ്പിച്ചതിന് ശേഷം ഒന്ന് ജപിച്ചു തരുവാൻ പറഞ്ഞാൽ മതി, അദ്ദേഹം അത് ചെയ്തു തരും. പ്രസവം വരെ നമുക്കല്ല ഗർഭിണികളായ സ്ത്രീകൾക്ക് സേവിക്കുവാനായി സാധിക്കുകയും ചെയ്യും. മേൽപ്പറഞ്ഞ നെയ് ജപിച്ച് വാങ്ങിയതിനു ശേഷം മേൽശാന്തിക്ക് എന്തെങ്കിലും ഒരു ദക്ഷിണ കൊടുത്ത് അനുഗ്രഹം വാങ്ങി വേണം തീർച്ചയായിട്ടും നിങ്ങൾ പോരുവാൻ. ആ കാര്യവും മറക്കാതിരിക്കുവാൻ ഓരോ ഭക്തജനങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അടുത്തതായി സ്ത്രീകൾക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചെയ്യുവാൻ കഴിയുന്ന പ്രധാനപ്പെട്ട മറ്റൊരു വഴിപാടാണ് അടിപ്രദക്ഷിണം എന്ന് പറയുന്നത്. 2 വീഡിയോകൾ അടിപ്രദക്ഷിണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഗുരുവായൂർ ടെമ്പിൾ അടിപ്രദക്ഷിണം ഡീറ്റെയിൽസ് എന്ന് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി, വീഡിയോകൾ വരുന്നതായിരിക്കും. എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്, എത്ര വട്ടം ചെയ്യാം, എന്തെല്ലാം ചിട്ടവട്ടങ്ങളാണ് അതിന് വേണ്ടത് എന്നിങ്ങനെയുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ അതിൽ ആ 2 വീഡിയോകളിലും കൊടുത്തിട്ടുണ്ടാവും. കയറി നോക്കുക. ഏതെങ്കിലും രീതിയിലുള്ള ആഗ്രഹ പൂർത്തീകരണം ഉണ്ടെങ്കിലോ സ്വന്തം മക്കൾക്കോ സ്വന്തം ഭർത്താവിനോ ഒക്കെ വേണ്ടി നമുക്ക് ഈ അടിപ്രദക്ഷിണം സ്ത്രീകൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് ചൂല് സമർപ്പണം. അതിനെക്കുറിച്ചും വിശദമായി തന്നെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒന്ന് കയറി നോക്കുക. സ്ത്രീകളുടെ മുടി വളരുന്നതുമായി ബന്ധപ്പെട്ടാണ് ചൂല് സമർപ്പണം സാധാരണ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടത്തുവാറുള്ളത്. ഇപ്പോൾ ഭക്തജനങ്ങൾക്ക് സംശയം ഉണ്ടാകാം, അവിടെ നിന്ന് വാങ്ങുവാൻ ലഭിക്കുമോ അല്ലെങ്കിൽ ഞങ്ങൾ കൊണ്ടുവരണോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടാകാം. തീർച്ചയായും നിങ്ങൾ സ്വന്തമായി ചെയ്ത് കൊണ്ടുവരുന്നതാണ് അത്യുത്തമം. പിന്നെ ഇതൊരു സമർപ്പണമാണ് എന്ന് ഓർത്തുള്ളൂ കേട്ടോ, ഒരിക്കലും വഴിപാടല്ല. നമ്മൾ ഭഗവാന് സമർപ്പിക്കുന്നു, അത്ര മാത്രമേ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നുള്ളൂ. ഇനി സ്ത്രീകൾക്ക് ചെയ്യുവാൻ കഴിയുന്ന മറ്റൊരു കാര്യം നാമം എഴുതി സമർപ്പിക്കുക എന്നതാണ്. ഇത് പ്രത്യേകം പറയുവാനുള്ള കാര്യം 90% സ്ത്രീകളാണ് നാമം എഴുതി ഭഗവാന് സമർപ്പിക്കാറുള്ളത് എന്നതിനാലാണ്.
ഭഗവാന്റെ നാമങ്ങൾ അതെന്ത് തന്നെയും ആയിക്കൊള്ളട്ടെ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന നാമമോ, ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന നാമമോ, ഹരേ കൃഷ്ണ എന്ന നാമം മാത്രമോ ഒക്കെ ആയിട്ട് ഭക്തജനങ്ങൾക്ക് ഓരോരുത്തർക്കും എഴുതി ഭഗവാന് സമർപ്പിക്കാവുന്നതാണ്. എങ്ങനെയാണ് ഭഗവാന്റെ നാമങ്ങൾ എഴുതേണ്ടത്, അത് എത്ര തവണ എഴുതണം, എഴുതുമ്പോൾ പാലിക്കേണ്ട ചിട്ടവട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ വിശദമായിട്ട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. നാമം റൈറ്റിംഗ് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ കൃഷ്ണനാമം റൈറ്റിംഗ് എങ്കിലും എൻ്റെ കൃഷ്ണ അങ്ങനെയൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ലഭിക്കും. അറിവുകൾ സമ്പാദിക്കുവാനായിട്ട് സാധിക്കും. അപ്രകാരം നാമങ്ങൾ എഴുതി ഭഗവാന് സമർപ്പിക്കുവാൻ സാധിക്കുകയും ചെയ്യും. പറ്റുവച്ചാൽ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇപ്പോൾ പറഞ്ഞ വീഡിയോകളുടെ ലിങ്ക് എല്ലാം കൊടുത്തേക്കാം, കയറി നോക്കിയാൽ മതി കേട്ടോ. പിന്നെ പ്രത്യേകം പറയുവാനുള്ള ഒരു കാര്യം, നാമം എഴുതുന്ന ഗ്രന്ഥങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ട് വെച്ചാൽ അത് നമ്മുടെ എങ്കിലും എൻ്റെ കൃഷ്ണ ഡിവോട്ടി സ്റ്റോറിൽ ലഭ്യമാണ്. 24 മണിക്കൂറും സ്റ്റാഫ് സേവനമുണ്ട്. മുകളിൽ കൊടുത്തിട്ടുള്ള നമ്മുടെ ഡിവോട്ടി സ്റ്റോറിൻ്റെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മാത്രം മതി. അപ്പോൾ തന്നെ ഓർഡർ ചെയ്യുവാനായിട്ട് ഭക്തജനങ്ങൾ ഓരോരുത്തർക്കും സാധിക്കുന്നതാണ്. ഇനി അവസാനമായി ക്ഷേത്രത്തിൽ സ്ത്രീകൾക്ക് ചെയ്യുവാൻ കഴിയുന്ന മറ്റൊരു കാര്യം, അത് ഭജനമിരിക്കലാണ്. മനഃശാന്തിക്ക് വേണ്ടിയോ ആഗ്രഹ പൂർത്തീകരണത്തിനൊക്കെ വേണ്ടി നിങ്ങൾക്ക് ഭജനമിരിക്കാവുന്നതാണ്. ഭജനമിരിക്കുവാൻ പോകുന്നതിന് ഏകദേശം ഒരാഴ്ച മുമ്പെങ്കിലും അതിനുവേണ്ട ചിട്ടവട്ടങ്ങൾ ഒരുക്കങ്ങൾ ചെയ്യണം. ശാരീരികമായും മാനസികമായും തീർത്തും നമ്മൾ പാകപ്പെട്ടിരിക്കണം. ഭക്ഷണത്തിൽ വേണ്ട രീതിയിലുള്ള നല്ല രീതിയിലുള്ള ശ്രദ്ധ കൊടുക്കണം. ഭജനമിരിക്കുമ്പോൾ ക്ഷേത്രത്തിൽ നിന്നും മാത്രമേ ഭക്ഷണം കഴിക്കുവാൻ പാടുള്ളൂ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ എന്ന് മാത്രമല്ല, ഏതൊരു ക്ഷേത്രത്തിൽ പോയാലും ചോറ്റാനിക്കര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വീഡിയോകൾ ചെയ്തപ്പോഴും ഈ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. വേണ്ട രീതിയിലുള്ള അറിവുകൾ സമ്പാദിച്ച് നല്ല രീതിയിലുള്ള ഒരുക്കങ്ങൾ ചെയ്തതിനു ശേഷം മാത്രമേ ഓരോ ഭക്തജനങ്ങളും ഭജനമിരിക്കുവാൻ പാടുള്ളൂ. അല്ലെങ്കിൽ മനസ്സ് പിടിച്ചാൽ കിട്ടില്ല, ഏകാഗ്രത പാലിക്കുവാനായിട്ട് സാധിക്കില്ല, ദേഷ്യമായിരിക്കും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആയതിനാൽ ആ കാര്യവും ശ്രദ്ധിക്കുക. ഭജന ഇരിക്കാൻ പോകുമ്പോൾ പിന്നെ എപ്പോഴും ഒരു ജപമാല കയ്യിലുണ്ടാവുന്നത് നല്ലതാണ്. കൂടെ ഏറ്റവും പ്രിയപ്പെട്ട ഭഗവാന്റെ ഗ്രന്ഥങ്ങൾ, വിഷ്ണു സഹസ്രനാമമായാലോ ഹരിനാമ കീർത്തനമായാലോ ഭാഗവതം, ഭഗവത്ഗീത മുതലായ ഗ്രന്ഥങ്ങൾ കയ്യിൽ പിടിക്കണം, കയ്യിലുണ്ടാവണം. ഭജനവേളകളിൽ ഏകാഗ്രതയ്ക്കായി തുളസിമാല ജപിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതാണ്. കൂടുതലും കണ്ണുകളടച്ച് ധ്യാനാവസ്ഥയിലായിരിക്കുക. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ സന്തുലിതമായാൽ മാത്രമേ നിങ്ങൾക്ക് പരിപൂർണമായൊരു ഭജന അവസ്ഥയിലേക്ക് ആഴ്ന്നിറങ്ങുവാൻ സാധിക്കുകയുള്ളൂ. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഭജന ഇരിപ്പുമായി ബന്ധപ്പെട്ടും ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഒട്ടനേകം വീഡിയോകളുണ്ട്, കയറി നോക്കുക. അതിലില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ ചാനലുണ്ടാവും. അപ്പോൾ 2-3 വീഡിയോകൾ കാണുക. അപ്പോൾ ഏകദേശ ധാരണ ഓരോ ഭക്തജനങ്ങൾക്കും ലഭിക്കുന്നതായിരിക്കും. ശരി, അപ്പോൾ വേറെയൊന്നുമില്ല. ഇത്രയും കാര്യങ്ങൾ പറയുവാനാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്തത്. ഭക്തജനങ്ങൾ ഓരോരുത്തർക്കും, ഗുരുവായൂരപ്പനെ അത്രമാത്രം സ്നേഹിക്കുന്ന ഓരോരുത്തർക്കും ഇന്നത്തെ ഈ വീഡിയോ അത്രമാത്രം ഉപകാരപ്രദമായെന്ന് കരുതുന്നു. നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലപ്പെട്ട അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമൻറ്റിൽ എഴുതി അറിയിക്കുക. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടാച്ചാൽ അതും എഴുതുക. ഞങ്ങൾ തീർച്ചയായും അതിന് മറുപടി നൽകുന്നതായിരിക്കും. പിന്നെ അവസാനമായി ഇന്നത്തെ ഈ വീഡിയോ അത്രമേൽ സന്തോഷത്തോടു കൂടി സ്പോൺസർ ചെയ്തിട്ടുള്ളത് ആശ എന്ന നാമധേയത്തിലുള്ള ഒരു ആന്റിയാണ്. ഇന്നത്തെ ഈ വീഡിയോയുടെ ഏറ്റവും ഹൈലൈറ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീഡിയോ സ്പോൺസർ ചെയ്ത ആന്റിയും ഗർഭിണിയാണ്, ആളും പ്രഗ്നന്റ് ആണ്. നമ്മുടെ എങ്കിലും എൻ്റെ കൃഷ്ണ ഡിവോട്ടി കെയറിന്റെ നമ്പറിലേക്ക് ആള് വിളിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. എനിക്ക് ഒരുപാട് നാളുകളായിട്ട് അറിയാതിരുന്നൊരു കാര്യം ഇപ്പോൾ അറിയുവാനായിട്ട് സാധിച്ചു. എന്നാൽ ഇനിയും ഒട്ടേറെ ഭക്തജനങ്ങൾക്ക് ഈ ഒരു അറിവ് ലഭിക്കാതിരിക്കുന്നുണ്ടാവും. അതിനാൽ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആൻറ്റി ഇന്നത്തെ ഈ വീഡിയോ സ്പോൺസർ ചെയ്തത്. എന്തായാലും ആൻറ്റിയുടെ ആ വലിയ മനസ്സിന് നന്ദി. ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ആൻറ്റിക്കും ആൻറ്റിയുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഈ വേളയിൽ പ്രാർത്ഥിക്കുന്നു. ശരി, അപ്പോൾ വേറെയൊന്നുമില്ല. എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ക്ഷേത്ര വീഡിയോകളും ഇതേപോലുള്ള അറിവുകളും ഭഗവാന്റെ ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. ഭഗവാൻ ആ കള്ളക്കണ്ണൻ എല്ലാവരെയും 2 കൈ നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. കാണാം, പാക്കലാം. നന്ദി, നമസ്കാരം.